നോക്കിട്ടേ കുട്ടി, ഇവരെന്തൊരു എൻജോയ്മെന്റ്. നമുക്കും പോയി തുള്ളിയാലോ? ഓ, ഇതാണോ എൻജോയ്മെന്റ്? ഇത് വെറും പേക്കൂത്ത്. എന്തിനു കൊള്ളാം എൻജോയ്മെന്റ് പോലും. ടീ കുട്ടി, പേക്കൂത്തായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മളെ കാണിക്കാനുള്ള ഷോ ആയിട്ട് എനിക്ക് തോന്നിയേ. ഒരു ഷോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഞാൻ ആരാണെന്ന്. എന്ത് പറ്റിയടി കുണിക്ക്? നല്ലപോലെ ഡാൻസ് കളിക്കേ. വയ്യുന്നോ? നിനക്ക് എന്ത് പറ്റി? എന്താ എന്താ പ്രശ്നം? പറ കുണിക്ക്. വയറുവേദനയോ? അങ്ങനെ തന്നെ വേണോടി കുണിക്ക് നിനക്ക്. എന്ത് പറ്റി കുണിക്ക്? വയറുവേദന ഇങ്ങനെ വരാറുണ്ടോ? മരുന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവക്ക് അങ്ങനെ വയറുവേദനയൊന്നും വരാറില്ല മാളു ടീച്ചർ. ഇത് എന്താണെന്ന് അറിയില്ല, മരുന്നൊന്നും ഇല്ല. അയ്യേ അപ്പി. ദൈവം, ഈ കുണിക്കിനെ കൊണ്ട് തോറ്റു. ഇവളോട് അമ്മ പറഞ്ഞതാ ബാത്റൂമിലൊക്കെ പോയിട്ട് ടൂർ പോയാൽ മതിയെന്ന്. ഇവൾ അമ്മേനോട് പോയെന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ പുഷ്പാന്റി? അത് സാരയില്ല. ഇവിടെ അടുത്ത് വല്ലത് പെട്രോൾ പമ്പോ പബ്ലിക് ടോയ്ലറ്റോ ഉണ്ടാകാം. നമുക്ക് ഡ്രൈവറിനോട് വണ്ടി നിർത്തി അവിടെ ഇറക്കാം. ഇതൊരു നിസ്സാര കാര്യല്ലേ. നിസ്സാര കാര്യോ? ഇവർക്ക് നാണയില്ലേ? ഒന്നാമത്തെ വൈകി ഇറങ്ങിയത്, അതിന്റെ ഇടയിൽ ഒരു അപ്പി. ഇതൊക്കെ ഇട്ടിട്ട് വേണ്ടേ വരാനായിട്ട്? ബാക്കിയുള്ളവരുടെ സമയം കൂടി കളയാൻ. അവൻ കുണുക്കി. ഡ്രൈവർ അങ്കിളിനോട് വണ്ടി നിർത്തി കൊടുക്കാൻ പറ. ഓ ശരി ശരി, ഡ്രൈവർ അങ്കിളിനോട് ഞാൻ പറയാം. ഓ, ഇതെന്നാ വണ്ടി നിർത്താത്തെ? ഞാൻ ഡ്രൈവറിനോട് ചോദിച്ചിട്ട് വരാം. അപ്പിക്കുണുക്കി. ശരി അപ്പിക്കുണുക്കി. ഇതേ ടീക്കുട്ടി, ഇനി കുണുക്കിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് അറിയാം, കേട്ടല്ലോ. അതെ, ഇവിടെ അടുത്ത് പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ലെന്നാ ഡ്രൈവർ പറയണേ. അതുകൊണ്ട് അയാൾ ഇവിടെ വണ്ടി നിർത്തി തരും. റോഡിന്റെ സൈഡില് കുറെ പുല്ലൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പോകാനാ പറയുന്നേ. അയ്യോ പുല്ലല്ലോ, ഇവൾ അങ്ങനെയൊന്നും പോയിട്ടില്ല. ടൂർ പോകുമ്പോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? വാ, വണ്ടി നിർത്തിയല്ലോ, ഇറങ്ങ അങ്ങോട്ട്. പുഷ്പാന്റി ഉണ്ടല്ലോ, ആന്റി ഹെൽപ്പ് ചെയ്യാം. മക്കള് പേടിക്കണ്ട, ഞാൻ വെള്ളം ഇട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങ. വേഗം ഇറങ്ങടി, അല്ലെങ്കിൽ ഇനി ഇവൾ ഈ ബസ്സിനകത്ത് സാധിക്കും. ഓ നാശങ്ങള്. നോക്ക് ടീ കുട്ടി, എല്ലാരും പോയി. വണ്ടിയിലുള്ളത് ആരാ നോക്ക്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഇപ്പൊ പറയാൻ പറ്റിയ അവസര. ഇങ്ങോട്ട് വന്നേടി രണ്ടും. എന്താ ടീ കുട്ടി? എന്റെ മമ്മീനെ തോപ്പിച്ചപ്പോ ജയിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടോ നീയൊക്കെ? ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. എന്തായാലും ടൂറൊക്കെ കഴിഞ്ഞാ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെയല്ലേ ജോലിക്ക് വരുന്നേ. നീയും നിന്റെ അമ്മയും. അപ്പ എടുത്തോളാം ഞാൻ. അതിന് അവരെല്ലാം പറമ്പിലേക്ക് പോയിരിക്കുമല്ലേ. നമുക്കിവിടെ നിന്നല്ലേ പറ്റൂ. ചേച്ചിയോ? ആരടി നിന്റെ ചേച്ചി? എന്നെ മാഡോന്ന് വിളിച്ചാൽ മതി. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ടൂറ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വഴി നീളെ ഇവളമാർക്കിട്ട് കൊടുക്കണം. നമുക്ക് ഇറങ്ങാന്നേ. എന്തിന്? ആ കുണുക്കിയുടെ അപ്പി കാണാനോ? അതിനൊന്നും അല്ല. നിനക്ക് രണ്ട് വഴക്ക് പറയാലോ. സമയം വൈകിയെന്ന് പറയാം, ടൂറ് പോണ സ്ഥലത്തെത്താൻ വൈകൂന്ന് പറയാം. അങ്ങനെ ഒത്തിരി വഴക്ക് പറയാൻ കിട്ടുന്ന അവസര. യാ അത് ശരിയാ. അവളെ വഴക്ക് പറയാൻ കിട്ടുന്ന അവസര നമുക്ക് മുതലാക്കണം. സമയം കളയാതെ പോയി ടൂവിനിരിക്കേ. ഇവിടെ അല്ലാതെ പിന്നെ എവിടെയാ? ഈ വീട്ടിൽ പോകാൻ പറ്റുമോ? പൊന്നു മോളെ, ഡ്രൈവർ അങ്കിൾ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ എങ്ങും ബാത്റൂം ഒന്നും ഇല്ല. തൽക്കാലം അവിടെ പോയി ആന്റി ഹെൽപ്പ് ചെയ്യാം. വെള്ളമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ ഇരുന്ന് തല്ലു പിടിക്കാതെ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യൂ. നീതു നിത്യ, ഇവളിപ്പോ ഇവിടെ ബാത്റൂമിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. വല്ല ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അയ്യോ ഡ്രസ്സിലോ? ഇടി കുണിക്ക് ഒന്ന് പോടി. ദൈവം, ഈ സമയം വൈകുന്നു. ദൈവം, ഇവളെ കൊണ്ട് തോറ്റല്ലോ. ഓ, ഈ കൊച്ചെന്താ ഇങ്ങനെ? കുണിക്ക് വയറുവേന മാറിയോ? ഇല്ല, കുണിക്ക് പറ്റൂല. മാളു ടീച്ചർ, ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് എത്ര നേരമായി എന്റെ ടീച്ചറെ? ഞങ്ങൾക്ക് ടൂർ പോകണ്ടേ? അതൊരു കുഞ്ഞല്ലേ, അത് സമ്മതിക്കുന്നില്ല. അതിന് ബാത്റൂമിൽ തന്നെ പോകണമെന്ന്. ഓ, എങ്കിൽ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ ബാക്കിയുള്ളവനെയും കൂടി മെനക്കെടുത്താനായിട്ട്? ബാത്റൂമിൽ പോകാതെ തന്നെ മാറിയോ? നമ്മളെല്ലാരും കൂടി ടെൻഷൻ ആക്കിയിട്ടുള്ള നുണ പറയുന്നത് മാൾ ടീച്ചർ. ഇവളുടെ വയറുവേന മാറിയിട്ടില്ലെന്നുള്ള മുഖം കണ്ടറിയാം. കുണിക്ക്, ഞങ്ങൾ ഇനി വഴക്കൊന്നും പറയില്ല. മാറിയിട്ട് വന്നാ മതി. മാറി ആ പറമ്പിൽ പോയി ഇരിക്കൂ, എന്നാലേ വയറുവേന മാറൂ. അപ്പി പോട്ടെ. ഓ, ഇനി ബസ് മാറ്റിക്കാനായിരിക്കും. അതെ അതെ, ഇവള് ബസ്സിൽ കയറി അപ്പിട്ടാലേ അത് മണോ സഹിച്ചോണ്ട് വേണ്ടേ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തണ വരെ ഇരിക്കാൻ.
അയ്യോ എന്റെ പൊന്നു കുണിക്ക് എന്തൊരു കഷ്ടായത്. കുണിക്ക് ഓടി ബസ്സിൽ കയറിയല്ലോ. എന്നാ മാറി കാണും, നമുക്കും കേറാം. എന്നാ പിന്നെ നമുക്കും കേറാം. പൊന്നു ടീച്ചറെ, ഇനി ഇറങ്ങാൻ പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. എല്ലാരും വണ്ടി കയറിയല്ലോ അല്ലേ? പറ കുണിക്ക്, സത്യാണോ നീ പറഞ്ഞത്? നിന്റെ വയറൊന്ന് ശരിക്കും മാറിയോ? ടീച്ചറെ ഇവള് പറഞ്ഞ വെറുതെ ഇവിടെ ബസ്സിൽ അപ്പിടും. എന്റെ പൊന്നു കുണിക്ക്, ബസ്സിൽ അപ്പിട്ട് ആന്റിക്ക് പണി തരരുതേ. ബസ്സിലെങ്ങാനും അപ്പിട്ടാ ഞാൻ പിന്നെ ഈ ബസ്സിൽ ട്രാവൽ ചെയ്യില്ല. ആ സ്മെല്ല് സഹിച്ച് അത് തന്നെ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ എന്തിനാ അരമണിക്കൂർ ഇപ്പൊ ബസ് നിർത്തി ഞങ്ങളെ കാട്ടി നിർത്തിയത്? ഇവക്ക് ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നൂടെ? നിർത്ത് കുട്ടികളെ, ഇത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ഒരു ചെറിയ കുട്ടിയല്ലേ, ചിലപ്പോൾ ബാത്റൂമിൽ പോകാനൊക്കെ തോന്നും. അത് സാരമില്ല, നമുക്ക് വീണ്ടും എൻജോയ് ചെയ്യാം. ഇനി 10-15 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ. ഓക്കെ, നമ്മുടെ വീടെത്തുന്നതിന് മുമ്പ് എങ്ങാനും വണ്ടി നിർത്താൻ ആരും പറഞ്ഞേക്കരുത്, ഞാൻ സമ്മതിക്കില്ല. പിന്നെ വണ്ടിയിൽ അപ്പിടാനോ ഛർദ്ദിക്കാനോ ഒന്നും പാടില്ല. എനിക്ക് ആ സ്മെല്ലൊന്നും പറ്റില്ല, കേട്ടല്ലോ എല്ലാരും? ഓ, ഇവളാണല്ലോ കൊച്ചമ്മ. അവള് മനഃപൂർവ്വം കളിയാക്കോ ചേച്ചി? എങ്ങനെയുണ്ട് പിങ്കി, ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്തത്? നന്നായി കുട്ടി, അവർക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ട്. എല്ലാത്തിന്റെയും മോന്ത നോക്കി. ഇതല്ല ഇനി കാണാൻ പോണത്. ഉറപ്പായിട്ടും ഇവള് ഈ ബസ്സിൽ അപ്പിടും. അല്ലെങ്കിലേ ഇവള് ബസ് നിർത്താൻ പറയും. അന്നേരൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, നീ കണ്ടോ അത്? ഇങ്ങ് വാ കുണിക്ക്, നമുക്ക് അപ്പുറത്തേക്ക് നിക്കാം. ചെല്ല്. എങ്ങാനും അപ്പിട്ടാ ഞങ്ങള് മനസ്സഹിക്കണ്ടല്ലോ. ഓ ഹേ കൊച്ചിന്റെ കാര്യം. ഇനി ഞാൻ കുറച്ചു നേരം പോയി സീറ്റ് ഇരിക്കട്ടെ. അയ്യോ എന്ത് പറ്റി കുട്ടി? എന്റെ വയറൊക്കെ ഉരുളുന്ന പോലെ. എന്തോ എനിക്ക് ഛർദിക്കാൻ തോന്നുക. ഛർദിക്കാനോ? ആർക്ക്? അയ്യേ, എനിക്ക് ആരെങ്കിലും ഛർദിക്കണുണ്ടോ? ഉടനെ ഛർദിക്കാൻ വരും. അയ്യോ, വണ്ടി നിർത്താൻ പറ. എനിക്ക് തല കറങ്ങുന്നു, വാ കഴുകണം. അയ്യോ, വണ്ടി നിർത്ത. അയ്യേ, ചീന സ്മെല്ലേ. ഇവിടെ നിന്ന് നമ്മൾ ഛർദിക്കും. ഡ്രൈവർ ചേട്ടാ, വണ്ടി നിർത്തേ.